ഹലോ ഗൈസ്, വിക്കി സ്ക്രീനിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ മച്ചന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ എന്താ പറയുക, ബെൽജിയൻ മലി നമ്മളെ ഗാർഡിങ് പർപ്പസിനും വീട്ടിലേക്ക് കമ്പാനിയനായിട്ടും പെറ്റായിട്ടും ഒക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ട് എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് നമുക്ക് ഗംഭീരമായിട്ട് വളർത്താൻ പറ്റുന്ന ബ്രീഡാണ് ബെൽജിയൻ മലിനോ. അപ്പോൾ നമ്മൾ ഒരുപാടായിട്ട് നമ്മളെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രീഡും കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തൃശ്ശൂർ കറക്റ്റ് സ്ഥലം കുന്നംകുളം ആനയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് ട്രെയിനറാണ്. ഇത് ആക്ച്വലി ഫീമെയിലിൻ്റെ ഓണറാണ്. മൂപ്പരാണ് ഓണർ എങ്കിൽ കൂടിയും പപ്പീസിനെയും എല്ലാം കാര്യങ്ങളും വൃത്തിയായിട്ട് നോക്കുന്ന ആളാണ് നടുവിൽ നിൽക്കുന്നത് അല്ലേ, നടുന്തൂണാണ്. അപ്പോൾ മുപ്പത്തിയാളെ പക്ഷേ ആദ്യമായിട്ടാണ് വീഡിയോയിലൊക്കെ വരുന്നത്. അപ്പോൾ സംസാരവും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഉണ്ടാവില്ല. പുള്ളി പപ്പീസിനൊക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. നല്ല ഡ്രൈവുള്ള ഉഷാറുള്ള മടിയന്മാരല്ലാത്ത ഉഷാറുള്ള പപ്പീസാണ് കേട്ടോ. അതാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ 6 പപ്പീസാണല്ലോ അല്ലേ? എത്ര മെയിൽ പപ്പി, എത്ര ഫീമെയിൽ പപ്പി? ഓക്കെ, ഒരു പപ്പീനെ അവർ കൊണ്ടുപോയി. അപ്പൊ 6 പപ്പീസാണ് നിലവിലുള്ളത്. 2 മെയിലും ബാക്കി 4 ഫീമെയിലാണ്. മൊത്തം 7 പപ്പി ഉണ്ടായിരുന്നു. ഒരു പപ്പി പോയത് എങ്ങോട്ടാ? മൂവാറ്റുപുഴ. അപ്പൊ ആദ്യം നമുക്ക് മച്ചാനൊന്ന് പരിചയപ്പെടാം. ബ്രോ, പേര്, സ്ഥലം, കറക്റ്റ് സ്ഥലം, എങ്ങനെ ഇങ്ങോട്ട് വരണം, പപ്പീസിനെ വാങ്ങണം താല്പര്യമുള്ള ആൾക്കാർക്ക് എങ്ങനെ വരണം? എന്റെ പേര് ദേവദർശൻ എന്നാണ്. എനിക്കിവിടെ ഓൾറെഡി ഗ്രൂമിംഗ് സെന്റർ ഉണ്ട്. നമ്മുടെ ലൊക്കേഷൻ തന്നെ കാണിപ്പേരാണ്. ഗ്രൂമിംഗ് സെന്റർ ലൊക്കേഷൻ എന്റെ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് ആനയ്ക്കലാണ്. നമ്മളെ 2 നമ്പറിലും കോൺടാക്ട് ചെയ്ത് നമ്മളതിനെ കിട്ടും. കോൺടാക്ട് ചെയ്യാം. നമ്പറിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം. നമുക്ക് പപ്പീസിന്റെ അപ്ഡേറ്റ്സ് അറിയണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇതാണ് എത്ര കാലമായിട്ട് മെൽനോയ്സ് വളർത്തുന്നുണ്ട്? ഒരു 4 വർഷമായി. ഓൾറെഡി ഫീൽഡോട് വന്നൊരു 10 വർഷമായി. ആദ്യം ഗ്രൂമറായിട്ട് തന്നെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഗ്രൂമിംഗ് ഫീൽഡ് തന്നെയാണ് മെയിൻ ആയിട്ട് പോകുന്നത്. നമ്മളിപ്പോ ഫീമെയിൽ മാത്രമേ ഉള്ളൂ. വേറൊരു ഫീമെയിൽ ഉണ്ടായിരുന്നു, അതിന് ഓൾറെഡി കൊടുത്തായിരുന്നു. പിന്നെ ഉള്ളത് ഹസ്കി ഫീമെയിലാണ്. ആദ്യം ഹസ്കി ചെയ്തിരുന്നത്. പിന്നെ പഗ് ഉണ്ട്. പഗ് ഇപ്പോൾ ഫസ്റ്റ് ബ്രീഡ് പഗ്ഗായിരുന്നു. അതിനിപ്പോ ഒരു 16 വയസ്സായിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ഇപ്പോഴും വീട്ടിലുണ്ട്. ഓക്കെയാണ് അത്. പിന്നെ മെൽനോയ്സിലോട്ട് ഒരു 4-5 വർഷം മുന്നാണ് മാറിയത്. എങ്ങനെയുണ്ട് മെൽനോയ്സിലോട്ട് മാറ്റിയിട്ട്? ഹസ്കിയും മെലിനോയ്സും എങ്ങനെയുണ്ട് വളർത്തിയിട്ട്? മെൽനോയ്സ് ആണ് കുറച്ചുകൂടി ഈസി വളർത്താൻ. ഈസി അല്ലേ? ഭയങ്കര പാടാന്ന് എല്ലാവരും പറയും. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഗ്രൂമറായാണ്, നമുക്ക് പ്രശ്നമില്ല. കാണാൻ ഭംഗി, കാഴ്ചക്ക് ഭയങ്കര വീട്ടുകാർക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ബ്രീഡ് മെൽനോയ്സ് ആണ്. അമ്മ അവിടെ കറക്റ്റ് തലയാട്ടി സമ്മതിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് അവിടെ തലയാട്ടി സമ്മതിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മള് ആശാനെയും കൂടി ഒന്ന് പരിചയപ്പെടണം. അമ്മ പേരെന്താ? സബിത. ഓക്കെ. അപ്പൊ ദേവദർശിങ്ങനെ ഡോഗിനെ വീട്ടിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെണ്ടാൻ പോകലേക്കുന്നുള്ള നമുക്ക് അറിയാം. നമ്മളെ പ്രായമുള്ള ചെക്കനായതുകൊണ്ട് നമുക്ക് അറിയാം. നമ്മളെ വൈബാണല്ലോ. അപ്പൊ നമ്മളെന്തൊക്കെയാണ് ചെയ്യാ? നമ്മള് രാവിലെ നല്ല ഇഷ്ടമാണ്. എനിക്ക് മക്കളെക്കാട്ടും ഇഷ്ടം പട്ടികൾ ഡോഗ്സിന്. ഇവരെപ്പോഴും അടുത്തുണ്ടാവൂലോ. പിന്നെ അവരെപ്പോഴും പുറത്ത് പോണവരല്ലേ. അപ്പൊ ഇവരുടെ ശ്രദ്ധയാണ് എനിക്ക് എപ്പോഴും. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ടൈമും എല്ലാം എനിക്ക് ഭയങ്കര കൃത്യം. എനിക്കത് അവർക്ക് എന്തേലും കുറവ് വരാൻ എനിക്ക് പാടില്ല. ഞാൻ അത് ശ്രദ്ധിക്കും. അത് ദേവദർശനും ചെറുപ്പം മുതലേ നല്ലോണം ഫുഡ് വളർത്തിയിട്ടുള്ളത് അല്ലേ? അത് നിങ്ങളൊരു ആഗ്രഹമാണ്. അതുപോലെ ഇത് പപ്പകളും അത് ഞാൻ ചിക്കൻ എന്താണ് അവരുടെ കാര്യങ്ങൾ, അവരുടെ മരുന്ന് കൊടുക്കണ നേരം അതെല്ലാം എഴുതിയിടും. പിന്നെ ബോർഡിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അവർ വരണമല്ലേ. അപ്പൊ അവരുടെ ഒക്കെ കൃത്യ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കും. അപ്പൊ ചെറിയൊരു മാറ്റമാണ്. ഓണർ മൂപ്പരാളാണ്. അപ്പൊ ചെറിയൊരു പറഞ്ഞത് അതല്ല, അത് അങ്ങനെ അവന് അത് ഇഷ്ടമായ കാരണം ഞാനും അത് തെരഞ്ഞെടുത്തു. എന്താ പറയാ, അവനെ പിന്താങ്ങണ്ട ഞാൻ, എന്നാലല്ലേ വളരെ. അപ്പൊ നമ്മള് ഇപ്പൊ ഈ പപ്പീസിനെ എങ്ങനെയാണ് ഒരു ദിവസം എത്ര നേരം ഫുഡ് കൊടുക്കും? 3 നേരം. എന്തൊക്കെയാ രാവിലെ എത്ര മണിക്കാ കൊടുക്കുക? രാവിലെ എണീറ്റിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? ഈ കുട്ടികളായതിനു ശേഷം ഇവർക്കുള്ളത് ഞാനത് സോക്ക് ചെയ്യാനൊക്കെ ഇടണം. അങ്ങനെ രാവിലെ സോക്ക് ചെയ്യും. എന്താ കൊടുക്കുക? വേറെ മിക്സ് ചെയ്യുന്നുണ്ടോ? അതില് പല ദിവസം പലതരം സാധനങ്ങൾ. അതായത് ഗ്രേവി, അതിന്റെ തന്നെ റോയൽ കാനാണ് ഇപ്പൊ, അതിന്റെ ഗ്രേവി, അല്ലെങ്കിൽ എഗ്ഗ് പുഴുങ്ങിയിട്ട് അത് പൊടിച്ചിട്ട് ഡ്രൈ ഫ്രൂട്ടിന്റെ കൂടെ ഇതൊക്കെ മുട്ട അല്ലെങ്കിൽ ഗ്രേവി അങ്ങനെ മാറ്റിയിട്ട് ചിക്കനും ഒരു ഇടയില് ഫുഡൊന്നും കഴിക്കാതിരുന്നു. അപ്പം ഞങ്ങൾ കൂടുതൽ കൊടുത്തിട്ടാന്ന് തോന്നിയ കാരണം അപ്പോൾ അവൻ പറഞ്ഞു ചിലപ്പോൾ ഒരേ ടേസ്റ്റ് അല്ലേ, ചിലപ്പോൾ മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം ചിക്കൻ വേവിച്ച് ഇതൊക്കെ മാറ്റി അങ്ങനെ കൊടുക്കും. ഐഡിയ പറഞ്ഞു കൊടുക്കണം. അതായത് ഇവര് ഡെയിലി കണ്ടിന്യൂസ് കഴിച്ചിട്ട് മട്ടി തുടങ്ങുമ്പോ ഇടയ്ക്കും ചേഞ്ച് ആക്കും. മട്ടി പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ, ആർസിയാണ് കൊടുക്കണത്. മട്ടി പറഞ്ഞാൽ മടുത്തു. അതായത് ഫുഡ് അടിച്ച് ചിലവര് നന്നായിട്ട് കഴിക്കും, ചിലവര് കഴിക്കില്ല. എന്ന് വെച്ചാൽ സാമർത്ഥ്യം ഉള്ളവരുണ്ട്, സാമർത്ഥ്യം ഇല്ലാത്തവരുണ്ട്. എന്ന് വെച്ചാൽ ചിലവര് ഭയങ്കരമായിട്ട് ഫുഡ് അടിക്കുന്ന ആൾക്കാരാണ്.
ചിലവരെ ഇന്ന് തട്ടി മാറ്റി കയ്യൊക്കെ ഇട്ട് തിന്നുമ്പോൾ മറ്റാൾക്ക് തിന്നാൻ പറ്റില്ല. അപ്പൊ ഒരാൾക്ക് സെപ്പറേറ്റ് ഫീഡ് ചെയ്യണം. അപ്പൊ അയാൾക്ക് ചിലപ്പോൾ കുറച്ചേ കിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് വൺ കടിയ ഇവരൊക്കെ സാമർത്ഥ്യമുള്ളവരാട്ടോ. മൂന്നാള് സാമർത്ഥ്യം, മൂന്നാള് സാധാ ഇരിക്കും. പക്ഷെ എന്നാലും സാമർത്ഥ്യം ഉണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് ഇറക്കുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ബാച്ച് ഉറങ്ങുമ്പോൾ ഒരു ബാച്ച് ആക്റ്റീവ് അങ്ങനെയാണ് ഫുൾ ടൈം. പിന്നെ ഒരുമിച്ച് ഭക്ഷണം കൊടുക്കാൻ ഇത്തിരി പാടായിരുന്നു. 7 ആളും കൂടിയിട്ട് ഒരേ പാത്രത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല. 3 പാത്രമൊക്കെ അത് ഒരേ കൂടുതലിട്ട് കൊടുക്കുമ്പോ ഭയങ്കരമായിട്ട് ഒരു പാത്രത്തിൽ തന്നെ അവിടെ വിചാരം അതേ ഉള്ളൂ എന്നാ അടുത്ത 3 എണ്ണം വെക്കാൻ നിൽക്കുമ്പോഴേക്കും ആകെ പ്രശ്നമാകും. പിന്നെ തോന്നി 2 ഇതിലേക്ക് ഇട്ടു, കൂടുകൾ മാറ്റിയിട്ടു 3 പാത്രത്തില് ആക്കി. ആദ്യം തന്നെ ചോദിക്കട്ടെ, 7 ആളല്ലേ, അപ്പൊ പകുത്ത് കൊടുക്കാൻ വേണ്ടി എന്താ പറയാ 2 എണ്ണം ഇട്ടാ ശരിയാണ്. 3 ആളിനിട്ട് ഒരാള് കൂടുതല് ചിലത് തിന്നിട്ട് വയറാണ്ടും ഭയങ്കര അറിയണില്ല എങ്ങനെയാണ് കഴിക്കണത്. അപ്പൊ ആദ്യം ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ നമുക്ക് ഞാനൊരു ചീത്ത പറയുമ്പോ നിക്കൂട്ടാ, എന്താ ഇവിടെ ചോദിക്കും. എന്റെ അമ്മോ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ആദ്യം തന്നെ അമ്മ ചോദിക്കട്ടെ, അപ്പൊ ഹസ്കി വളർത്തിയിട്ടുണ്ട്, മെൽനോയ്സ് വളർത്തിയിട്ടുണ്ട്. നമുക്കൊരു വീട്ടിലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രീഡ് ഏതാന്ന് വെച്ചാൽ അമ്മ അവിടെ തലയാട്ടി. ശരിക്കും എന്താണ് എക്സ്പീരിയൻസ്, എന്താണ്? മെൽനോയ്സ് ആണ്. എന്താണ് അതിന്റെ അങ്ങനെ പറയാൻ കാരണം? ഭയങ്കര ശ്രദ്ധയും എന്താ പറയാ, അത് ഓരോ ആൾക്കാർ വരണതിനും ആളെ അവിടെ നിന്ന് ഞങ്ങക്ക് സിഗ്നല്, അത് അതിന്റെ ഒരു പ്രത്യേക ആളുകൾ വരുമ്പോ എന്താ സംഭവിക്കുക, അത് കുറച്ച് ഇതാകും. പിന്നെ നല്ല നോക്കി നിക്കുക എന്താണത് എന്നുള്ള ഭയങ്കര ശ്രദ്ധയില നോക്കി നിക്കുക. അപ്പൊ നമുക്കറിയാം എന്തോ വന്നിട്ട് മാതിരി എന്തോണ് ശ്രദ്ധിക്കും. ഫീമെയിൽ ഡോഗ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യും അല്ലേ, പുതിയതായിട്ട് എന്ത് പറമ്പിൽ എന്തെങ്കിലും വന്നാലും പുറത്തുനിന്ന് ആൾക്കാർ വന്നാലും ഒക്കെ അറിയിക്കും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ മെയിൽ ഡോഗും ഉണ്ട് ഫീമെയിൽ ഡോഗും ഉണ്ട് അല്ലെ, 2 ഡോഗിനെയും അമ്മ വളർത്തിയില്ലേ, ആൺനായനെയും പെണ്ണായനെയും വളർത്തിയില്ലേ? അമ്മേനോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയി നിൽക്കുന്നത് ഏത് ബ്രീഡാണ്? ഫീമെയിൽ ഡോഗ്സ് ആണോ മെയിൽ ഡോഗ്സ് ആണോ? കൂടുതൽ അറ്റാച്ച്ഡ് ആയി നിൽക്കുക. അമ്മ അവനെ നോക്കണ്ട, പറഞ്ഞോ, അമ്മയുടെ എക്സ്പീരിയൻസ് പറഞ്ഞോ. ഫീമെയിൽ ഡോഗ് ആണ് അറ്റാച്ച്ഡ് ആയി നിൽക്കണേ. ഹസ്കി ഞങ്ങള് അത് ചെറിയ കുട്ടീനെ കൊണ്ടുവന്നതാണ് ബാംഗ്ലൂരിൽ. അപ്പൊ അതിനെ അങ്ങനെ സ്നേഹം കൊണ്ട് വളർത്തിയിട്ട് അതിനാ എന്താ പറയാ, അത് ദേഷ്യമുള്ളതല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ പറയാ, അത് അങ്ങനെ പ്രത്യേക ഒരു സംസാരിക്കണ പോലെയൊക്കെ. അത് ഈ 5-6 നായകള് ഒരുമിച്ച് ഭക്ഷണം എടുക്കുമ്പോഴേ എല്ലാവർക്കും ആദ്യം കിട്ടണം. പക്ഷെ ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, അത്ര ആളുടെ അടുത്തേക്ക് എത്തണ്ട ഞാൻ. അപ്പൊ എല്ലാവർക്കും അത് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അവൻ എന്താ തരാത് എന്നുള്ളൊരു പ്രത്യേക ഭാഷയിൽ സംസാരിക്കും. എന്നിട്ട് പറയും തരില്ല, എന്തിനാ ഇങ്ങനെ തിരക്കൂടുന്നത് അങ്ങനെ ചോദിക്കുമ്പോ ശ്രദ്ധിക്കും. പാത്രം വെച്ച് കൊടുക്കുമ്പോ ഒരു നോട്ട ഇങ്ങനെ എന്നിട്ട് ഇഷ്ടമായിട്ട് അതൊക്കെ കഴിയും. അപ്പൊ ബെൽജിയൻ മെലിനോ എന്ന് പറയുന്ന ഒരു ബ്രീഡ് നമ്മളെ വീട്ടിൽ വളർത്തിയുള്ള യൂസ് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? വീട്ടിലൊരാൾ വരുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് അലാറം തരും. അത് ബേസിക് ആയിട്ടുള്ള ഏറ്റവും നന്നായിട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരു ബ്രീഡാണ്. പിന്നെ അത്യാവശ്യം നമ്മൾ ട്രെയിൻ ചെയ്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഡോഗ് നിൽക്കും. പിന്നെ കടിക്കണം എന്നുണ്ടെങ്കിൽ ഡോഗ് കടിച്ചിരിക്കും, കൊല്ലണം എന്നുണ്ടെങ്കിൽ ഡോഗ് കൊന്നിരിക്കും. അത് നമ്മൾ വളർത്തുന്നതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൽ 4 ഫീമെയിൽ ഡോഗും 2 മെയിൽ ഡോഗും ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഒരു ഓണേഴ്സുമായിട്ട് ഇപ്പോൾ വലിയ ട്രെയിനിങ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. നമുക്ക് സമാധാനത്തിൽ നമ്മളെ കൂടെ നിൽക്കണം. ഓണേഴ്സുമായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയതായിരിക്കും ഫീമെയിൽ ഡോഗ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ട്രെയിനിങ് പർപ്പസ് ഒന്നും ഇല്ലാത്ത ആളുകൾ ഫീമെയിൽ ഡോഗ് അത്യാവശ്യം വർക്ക് ചെയ്യണം, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഗാർഡ് ചെയ്ത് ഒന്ന് വീടൊന്ന് കുലുക്കി നിർത്താനൊക്കെ ഉള്ള മൈൻഡ് സെറ്റുള്ള ആളാച്ചെങ്കിൽ മെയിലിന് കൊണ്ടുവരും ഏറ്റവും ബെറ്റർ. ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നല്ല പ്രൊട്ടക്റ്റീവായി നമ്മളെ വീട്ടിലെ ആൾക്കാരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം വെച്ചാൽ ഒരു മെയിൽ ഡോഗിനെ കൊണ്ടുപോകണം ഏറ്റവും ബെറ്റർ. മെയിലാകുമ്പോൾ കാണുമ്പോൾ ആളുകളൊന്ന് പേടിക്കും. നമുക്ക് നേരെ മറിച്ച് വർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ ഫീമെയിൽ ഡോഗിനെ കൊണ്ടുപോയിരിക്കും ബെറ്റർ. അപ്പം 6 പപ്പീസ് ഉണ്ട്. അപ്പോൾ 6 പപ്പീസ് നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മെയിൽ പപ്പിയാണ്. ഇത് അത്യാവശ്യം നല്ല രസമായിട്ടുണ്ട് പപ്പി. അപ്പോൾ ഒരു എന്താ പറയുക, ആ ബ്രൗൺ ഷെയ്ഡ് നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണോ പപ്പിക്ക്? ഇതിപ്പോൾ എത്ര പ്രായമുണ്ട്? 45. ഓക്കെ, ഇതാണോ പപ്പി? നല്ല രസമായിട്ടുള്ള കളറാണ്. ആ ഡ്യൂറോൺ ഷെയ്ഡാണ് പപ്പി വന്നേക്കുന്നത്. സോ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് എല്ലാ പപ്പീസും ഉള്ളത് കേട്ടോ. മെയിൽ പപ്പി ഉണ്ട്, ഫീമെയിൽ പപ്പി ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, പപ്പീസിൻ്റെ ഇയർ സെറ്റ് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഇയറാണ്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് നേർന്ന് വരും കേട്ടോ, നേരെയായി വരും. കുറച്ച് സമയം കൊടുക്കണം. ഓക്കെ, പ്രായമായി വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഉഷാറായി വന്നോളും. പിന്നെ പപ്പീനെ ഓവർ വെയിറ്റ് അവർ അനാവശ്യമായി വെയിറ്റ് കയറ്റിയിട്ട് കൊളാക്കിയിട്ടില്ല. പപ്പി അത്യാവശ്യം നല്ല ഓടാനും ചാടാനും അത്യാവശ്യം നന്നായിട്ട് കടിക്കാനും ഒക്കെ താല്പര്യമുള്ള രീതിയിലാണ് പപ്പീസൊക്കെ നിൽക്കുന്നത് കേട്ടോ. ഓക്കെ കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ കയ്യിൽ നിൽക്കാൻ വലിയ താല്പര്യമില്ല, ബാക്കിലേക്ക് കൊണ്ട് എന്നെ നൈസായിട്ട് എന്നെ ഇങ്ങനെ മാന്തി ഇതാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതാ പിടിച്ചോ. അടുത്ത ആളെന്ന് പറയണത് അടുത്ത ആൾ ഇതാണ്. ഓക്കെ, ഇത് മെയിൽ പപ്പിയാണ്. ഇവൻ്റെ ഒരു ചെസ്റ്റിലേക്ക് നിങ്ങൾ നോക്കിയാൽ ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറിയൊരു വൈറ്റ് പാച്ച് ഉണ്ട് കണ്ടോ. ഇവൻ്റെ ഇയറൊക്കെ കറക്റ്റ് സെറ്റായിട്ടുണ്ട്.
കണ്ടോ, ഇതാണ് മെയിൽ പപ്പി. നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഡോഗ് എല്ലാം നോക്കുന്നുണ്ട്. ഓക്കെ, ഇതാ പിടിച്ചോ. അടുത്ത ആൾ ഇതാണ്, ഇതാണ്. ഇത് ഫീമെയിൽ പപ്പി അല്ലേ? ഫീമെയിൽ അല്ലേ? ആണോ? ഫീമെയിലിന് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫീമെയിൽ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആളുകളുമായിട്ട് കുറച്ചും കൂടി സോഷ്യലൈസ് ചെയ്ത് വളർത്താനായിട്ട് എളുപ്പമുള്ളതാണ്. എപ്പോഴും ഫീമെയിൽസ് ഓണേഴ്സുമായിട്ട് കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയിരിക്കും, ഒരു ഡിപ്പെൻഡഡ് ആവും കുറച്ചും കൂടി വളർത്തുന്ന ആളുമായിട്ട്. ഒരു പാക്കിൽ നമ്മളൊരു ലീഡറായി കൺസിഡർ ചെയ്യാനൊക്കെ ഫീമെയിൽസിന് കുറച്ചും കൂടി താല്പര്യം കൂടുതലായിരിക്കും, നമ്മളൊന്ന് അനുസരിക്കാനും ഒക്കെ. പൊതുവേ ജനറലി ആ ഒരു ബ്രീഡിലെടുത്ത് നോക്കുകയാണെങ്കിൽ മെയിൽ ഡോഗിനേക്കാളും ഫീമെയിൽ ഡോഗ്സിന് പൊതുവേ നമ്മൾ കണ്ടിട്ടുണ്ട്, പൊതുവേ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫീമെയിൽ പപ്പിയാണ്. ഫീമെയിൽ പപ്പീനെയും കളർ ഒട്ടും മോശമല്ല, ഫീമെയിൽ പപ്പീൻ്റെ വെയിറ്റും മോശമല്ല. ഓക്കെ, ഇതാ പിടിച്ചോ, എല്ലാത്തിനും ബ്രോ പിടിക്കണം കേട്ടോ, സെറ്റ് ചെയ്ത് തരണോ? പിടിച്ചോ, റെഡി? ഓക്കെ, ഇതാണ്. പിന്നെ അടുത്ത കുറച്ച് ചെറിയാൻ, ഇത് അവിടെ ഒരു ചെറിയാനുണ്ട്, ഇവിടെ ഒരു ചെറിയാനുണ്ട്. ഇതാ ഇവിടെ ഒരു ചെറിയാനാണ്. ഇതാ ഉണ്ടോ, പിന്നെ ബാക്കിലേക്ക് നോക്കി നിങ്ങൾ കറക്റ്റ് ആ ഒരു ബ്ലാക്ക് ലൈന് കറക്റ്റ് വന്നിട്ടില്ലേ, നല്ല രസമായി വന്നിട്ടുണ്ട്. കളറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ബാക്കിൽ ആ ഒരു ലൈന്, ബാക്കിലെ ലൈനും കറക്റ്റായി വന്നിട്ടുണ്ട്. ഇത് മെയിൽ പപ്പി, ഫീമെയിൽ പപ്പി. ഓക്കെ, അയ്യോ ഇതടുത്ത ആള്, ഇതടുത്ത ഫീമെയിൽ പപ്പി ഉണ്ടോ. എല്ലാ പപ്പിയും കളറിൽ ഒന്നിനൊന്ന് നൈസാട്ടോ, എല്ലാ പപ്പീസും നൈസാണ്. അപ്പോൾ അടുത്ത ആള് നിലത്തൊക്കെ കിടന്ന് ഉരുണ്ട് അലമ്പാക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, എൻ്റെ ജീൻസ് ഇവിടെ ഒരാൾ കടിച്ചു വലിക്കുന്നുണ്ട്. നോക്ക്, എന്താ ഇപ്പോൾ ഇടങ്ങറ് അല്ലേ. നല്ല ഉഷാറായിട്ടുള്ള പപ്പീസാണ് എല്ലാ പപ്പീസും നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പപ്പീസാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ഗാർഡിങ് പർപ്പസിനൊക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ഇതുപോലെ നല്ല രസമുള്ള പപ്പീസ്, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള പപ്പീസ് നമ്മൾ ഉദ്ദേശിച്ചൊരു ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ഒരുപാട് സ്ഥലത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ വന്ന് വീഡിയോ ചെയ്യുമ്പോഴേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, അടുത്ത് നമ്മളെ ഈ വീഡിയോയിലെ മെയിൻ ആളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വിന്നിങ്സ് ഉള്ള നല്ലൊരു ബ്ലഡ് ലൈനിൽ വന്നിട്ടുള്ളൊരു ഡോഗാണ് അല്ലേ. അപ്പോൾ ഇവൻ്റെ പേരെന്താണ്? ഓഡിൻ. എത്ര പ്രായം ഇപ്പോൾ? 2.5 വയസ്സ്. അപ്പം ഇത് രാഹുൽ ബ്രോ ബ്രോനെ തൊട്ടാൽ പ്രശ്നമില്ലല്ലോ? ഇല്ല. അപ്പൊ നമ്മൾ ഈ മെലിനോയ്സിനൊക്കെ ഓണർ പോയി തൊടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഡോഗാണെങ്കിൽ ഓണർ വിത്തൗട്ട് പെർമിഷൻ നമ്മളിങ്ങനെ തോള് തട്ടുന്നതായിരിക്കും. ഓണർക്കും അത് മനസ്സിലാവും, പക്ഷേ ഡോഗിന് അത് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഡോഗ് ഓണർ അറ്റാക്ക് ചെയ്യുകയാണെന്നുള്ള രൂപത്തിൽ ആ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്ന് നമ്മളെ ചിലപ്പോൾ കടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മെലിനോയ്സ് ഇങ്ങനത്തെ ബ്രീഡുകൾ നിങ്ങൾ സാധാരണ ഒരാളിങ്ങനെ നടക്കാനൊക്കെ ഡോഗിനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഓണറെ തൊടുവാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും പ്രശ്നമില്ലല്ലോ. ഇല്ല. അപ്പോൾ ഇതാണ് നമ്മളെ മെയിൽ ഡോഗിന്റെ ഓണർ രാഹുൽ ബ്രോ ഒരു ട്രെയിനറും കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗിനെയും കൂടി എടുത്ത് സെലക്ട് ചെയ്ത് വെച്ചാണ് അല്ലേ. അപ്പോൾ ഡോഗിന്റെ വിന്നിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോ. ഇവന്റെ ഫാദർ വരുന്നത് റോണിനാണ്. ഒന്ന് കറങ്ങിയിട്ട് ഒന്ന് കാണിച്ചോട്ടാ. പറഞ്ഞോ. ഇവന്റെ ഫാദർ വരുന്നത് റോണിനാണ്. ഓക്കെ, ഏഷ്യയിലെ ഫസ്റ്റ് PSA2 ഉള്ള ഡോഗാണ്. ഓക്കെ, അവന്റെ മദർ സൈഡോ? മദർ വരുന്നത് സ്റ്റെല്ല ഇവ എന്ന് പറയും. PSA1 ആണ്. ഇവിടെ ആരും വീഡിയോയിൽ നിന്ന് സംസാരിച്ച് ശീലമില്ലാത്ത ആൾക്കാരല്ലേ. എനിക്ക് നീ തന്നെ ശരിയാവുള്ളൂ അല്ലേ. ആൾക്കാരത്ത് പറഞ്ഞ് മനസ്സിലാക്കണേ നമ്മൾ തമ്മിൽ സെറ്റ് ആവുള്ളൂ എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നന്നായിട്ട് അത്യാവശ്യം നല്ല വിന്നിങ്സ് വന്നിട്ടുള്ള PSA2 വന്നിട്ടുള്ള ഒരു മെയിൽ ഡോഗിന്റെ, അതുപോലെ PSA1 വന്നിട്ടുള്ള ഒരു ഫീമെയിൽ അല്ലെ, ആ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു പപ്പിയാണ്. ഇവന്റെ ബോഡി ടച്ച് ചെയ്യുന്ന അനാവശ്യമായിട്ട് വിത്തൗട്ട് പെർമിഷൻ അവനെ ടച്ച് ചെയ്യുന്നൊന്നും സ്ട്രേഞ്ചേഴ്സിന് ഓൾറെഡി ടച്ച് ചെയ്യാൻ പറ്റില്ല. അവൻ ചാർജ് ചെയ്യും. പിന്നെ എന്താ പറയുക, ഓണറായിട്ട് വളരെ ഫ്രണ്ട്ലി ആണ്. എന്നാലും കുറച്ച് കമ്പനി ആണെങ്കിൽ കൂടിയും നമ്മൾ അവൻ്റെ ഫേസിലോ അല്ലെങ്കിൽ അവൻ്റെ ബോഡിയിലോ അനാവശ്യമായിട്ട് അവനെ ഹേർട്ട് ചെയ്യുന്ന രൂപത്തിലൊന്നും ചിന്തിച്ച് കഴിഞ്ഞാൽ നടപടിയാവില്ല. പിന്നെ പ്രൊട്ടക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. അത് ചെറിയ രീതിയിൽ പ്രൊട്ടക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഡോഗാണ്. അപ്പോൾ ഇതാണ് പപ്പീസിൻ്റെ ഫാദർ വരുന്നത്. വേറെ ആളും കൂടി കാണിക്കാണ്ട്. പപ്പീസിന് ഫാദറിനും പപ്പീനെയും മാത്രം കണ്ടാൽ പോരല്ലോ, പപ്പീൻ്റെ മദറിനെയും കൂടി കാണണമല്ലോ. ശരിക്കും പറഞ്ഞാൽ നല്ല ഉടഞ്ഞിട്ടാണ് കേട്ടോ. ശരിക്കും ഫീമെയിൽ ഡോഗ് അത്യാവശ്യം നന്നായി ഉടഞ്ഞിട്ടാണുള്ളത്. അപ്പം ഇത് ആക്ച്വലി ഫീമെയിലിനെ തീരെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫീമെയിൽ ഓണേഴ്സിനോട് ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാരോട് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് ഈവൻ അവർക്ക് പോലും ഒരു വലിയൊരു ഇതില്ല. കാരണം വെച്ചാൽ കടിക്കുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. 3 നാളായിട്ട് കടിച്ചെന്നാണ് വന്നപ്പോൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ റിസ്ക് എടുക്കാൻ പാടില്ല. നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ഷൂട്ട് ചെയ്യാനുള്ളതാണ്. ഫീമെയിൽ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫീമെയിൽ കാണിച്ചു കേട്ടോ. ഫീമെയിൽ ഫോക്കസ് ചെയ്ത് കാണിച്ചു. എന്നെ കാണിക്കണം വലിയ നിർബന്ധമില്ല. ആൾക്കാർക്ക് എന്നെ കാണാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫീമെയിൽ അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇത്രയും പപ്പീസ് ഉണ്ടായതാണ്. അപ്പോൾ പപ്പീസിന് നന്നായിട്ട് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭയങ്കര എപ്പോഴും എന്താ പറയുക, അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവൾ കുറച്ച് ഡൗട്ട്ഫുൾ ആണ്. പുതിയതായിട്ട് എന്ത് സംഭവം, ഇപ്പോൾ നമ്മൾ ക്യാമറയും ഗിംബലും ഒക്കെ കാണുന്ന സമയത്ത് അവളിങ്ങനെ നോക്കണതാണ്. അപ്പോൾ കുറച്ച് ഡൗട്ട്ഫുള്ളാണ്. എന്ത് സംഭവം അവളുടെ പറമ്പിൽ അവളുടെ ഒരു പ്രിമൈസിൽ എന്ത് വന്ന് നിന്നാലും അവൾ കുറച്ച് നേരം ഒബ്സർവ് ചെയ്യും.
ആവശ്യമില്ലാത്ത സംഭവമാണ്. അവൾ ഫ്രീ ലീഷിലാണെന്നുണ്ടെങ്കിൽ അവൾ പോയി ചാർജ് ചെയ്യുകയും ചെയ്യും. അതിനനുസരിച്ചാണ് അവൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഫീമെയിലിൻ്റെ കളർ നിങ്ങൾ കാണുന്നില്ലേ, നല്ല രസമായിട്ടുള്ള കളറല്ലേ, സെയിം കളറാണ്. പപ്പീസിൻ്റെ ഫാദറും അതുപോലെ തന്നെ മദറും സെയിം കളറാണ്. അപ്പോൾ ഇവൾ അത്യാവശ്യം നല്ല ആക്റ്റീവാണ് കേട്ടോ, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഡോഗാണ്. കേജിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. നന്നായിട്ട് ഡ്രൈവുള്ള ഡോഗും കൂടിയാണ്. പിന്നെ എന്താ പറയുക, രസമായിട്ടുള്ള പപ്പീസ്, രസമായിട്ടുള്ളൊരു മദർ ഡോഗ്, രസമായിട്ടുള്ളൊരു ഫാദർ. അപ്പോൾ നല്ല ക്വാളിറ്റി ബെൽജിയൻ മെലിനോ പപ്പീസ് നോക്കുന്ന ആളുകൾക്ക് ഇത് നല്ലൊരു അവസരമായിരിക്കും. ഗാർഡിങ് പർപ്പസിനും കമ്പാനിയനായിട്ടും വീട്ടിലേക്ക് പെറ്റായിട്ടും ഒക്കെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ബ്രീഡ് നോക്കുന്ന ആളുകൾക്ക് ഇവരുടെ അടുത്ത് നിന്ന് ഒരു പപ്പി എടുത്തോ. കേരളത്തിൽ എവിടെയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഒരു പപ്പി നിങ്ങൾക്ക് എത്തിച്ചേരും, സേഫായിട്ട് എത്തിച്ചേരും. ഡിവോമിങ്ങും വാക്സിനേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വിത്ത് കെ സി അല്ലേ പപ്പി? അല്ല വിത്ത് കെ സി അല്ലേ? അല്ലേ, വിത്ത് കെ സി മാത്രമേ പപ്പീസ് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കി ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമന്റിൽ കൊടുത്തിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാരൊക്കെ വിളിച്ചോ. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട്, ബെൽജിയൻ മെലിനോയുടെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവർക്ക് എല്ലാ മച്ചാമാർക്കും എല്ലാവരും ഒരു ബൈ കൊടുത്തേ. ബൈ.